ഹലോ ഗൈസ്, നമ്മൾ രാവിലെ തന്നെ ക്ലാസ്സിലാണ്. നമ്മൾ മൊബൈൽ ടെക്നീഷ്യൻ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ക്ലാസ്സിൽ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് പിന്നെ അറിയാലോ, ഞാൻ ഒരു കഴിവുള്ള കുട്ടിയാണ്. നമുക്ക് പിന്നെ എല്ലാ കഴിവും ഉണ്ടല്ലോ. അതുകൊണ്ട് മൊബൈൽ ടെക്നീഷ്യൻ ഒന്നും ഒരു വിഷയമല്ല. പിന്നെ എന്റെ കൂടെ കഴിവുള്ള കുറച്ച് പേരും കൂടെ ഉണ്ട്. പിന്നെ ആ കഴിവുള്ളവരുടെ കഴിവാണ് നിങ്ങൾ ഇപ്പൊ കാണുന്നത്. അത് എങ്ങനെയെന്ന് അറിയത്തില്ല, പടച്ചോൻ എന്നെ പോലെ കഴിവുള്ളവരെ എന്റെ കൂടെ കൂട്ടത്തുള്ളൂ. നമുക്ക് പിന്നെ രാവിലെ തന്നെ ഐശ്വര്യമായിട്ട് ഒരു ഫോൺ അയക്കാൻ കിട്ടി. പിന്നെ നിങ്ങൾക്ക് അറിയാലോ, ഞാൻ പണ്ടേ പൊളിച്ചെടുക്കുന്ന എക്സ്പേർട്ടാ. അങ്ങനെ നമ്മളെല്ലാം പൊളിച്ചടുക്കി ടേബിളിന്റെ കൊണ്ടേ വെച്ചിട്ടുണ്ട്. ബാക്കി പിന്നെ നമ്മുടെ സാറ് നോക്കിക്കോളൂ. ഇതാണ് നമ്മുടെ സാറ്. സാറാണ് ഞങ്ങളെ പഠിപ്പിച്ചിട്ട് ഇപ്പൊ സാർ 5 കൊല്ലം ഇരുന്ന് പഠിച്ചത് മൊത്തം മറന്നു. എന്താ ചെയ്യാ, ഞങ്ങൾ അത്ര നല്ല കുട്ടികളായി പോയി. അതിന്റെ ഇടയ്ക്കാണ് വേറെ സാർ പറഞ്ഞു, നീ ചെയ്ത് തെറ്റിപ്പോയത്. ഓനാണെ അതിന്റെ ഡിപ്രഷനില്ല. എന്ത് ചെയ്യാൻ, ഓന്റെ കഴിവുകൾ സാറിന് മുമ്പിൽ തെളിയിക്കാൻ പറ്റിയില്ല. അതിന്റെ ഇടയ്ക്ക് വേറെ അവനാണെ സാറിന് മുമ്പിൽ കഴിവൊന്നും തെളിയിക്കണ്ട. പെമ്പിള്ളാരുടെ മുമ്പിൽ മാസ് ഇറക്കിയാന്ന് പറഞ്ഞാൽ എന്താ കാര്യമായിട്ടിരുന്ന് പണിയോ. എന്താന്ന് വെച്ചാൽ നോക്കിയപ്പോഴത്തേനും അവൻ ഹെഡ്ഫോണിന് താലി കെട്ടി കൊടുത്തിട്ടിരിക്കുക. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഉച്ചയായി. അപ്പൊ പിന്നെ കഴിക്കാൻ പോണല്ലോ. അപ്പൊ കുറെ മാര് കമ്മിറ്റഡ് ആയ അഹങ്കാരം. ഇവനൊക്കൊന്നും പെണ്ണില്ലാത്തതിന്റെ വേദന അറിയൂല. ഇവനോടൊക്കെ പടച്ചൻ ചോദിച്ചോളൂ. നമ്മൾ പിന്നെ കൈ ചെയ്ത് സ്കൂളിന്റെ അടുത്തുള്ള ചായക്കടയിൽ കയറി. പിന്നെ എന്നെ അറിയാവുന്നവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചായ കുടിച്ചാൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കുമെന്ന്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞങ്ങളോട് പറഞ്ഞ വീട്ടിൽ പോക്കോളാം. പിന്നെ ബാഗ് എടുത്തോണ്ട് ഞാൻ നേരെ റെട്രോയിൽ കയറി. പിന്നെ അവിടുന്ന് ഒരു ഫ്രഷ് ലൈം അടിച്ചിട്ട് ഞാൻ നേരെ വീട്ടിൽ പോട്ടെ. 4 മണിക്ക് മുമ്പേ വീട്ടിൽ കയറില്ല, ഇമ്മച്ച ചോറ് തരൂല. അപ്പൊ അടുത്ത വീഡിയോ കാണാം. അപ്പൊ ശരി എന്നാ.